നമ്മളിതേ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്, ലേക്കിൻ്റെ സൈഡിലായിട്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടുള്ള യാത്രയാണ്. ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. ഒരു വീടാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടത്. ചെന്നൈയും അറിയാം. അപ്പോൾ രാവിലെയാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങണത്. 5-6 മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും വൈകിട്ടൊക്കെ ആവും അവിടെ എത്തുമ്പോഴത്തേനും. അപ്പം നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് പതുക്കെ അങ്ങോട്ട് യാത്ര തുടരാം. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചെല്ലണ സ്ഥലത്ത് ചെല്ലുമ്പോൾ എങ്ങനെയൊന്നും ആവും തണുപ്പും കാര്യങ്ങളൊക്കെ. രാവിലെ തന്നെ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പാർസലാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ഏരിയ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ പാർസൽ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി അതൊക്കെ കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം പോകുമല്ലോ. അങ്ങനെ നമ്മൾ റെസ്റ്റ് ഏരിയ നോക്കി നോക്കി നടക്കണേണ്. പക്ഷേ എങ്കിൽ നമ്മൾ പോകുന്ന വഴിയിലൊന്നും റെസ്റ്റ് ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇതേ ഒരു റെസ്റ്റ് ഏരിയ എത്തിയപ്പോഴത്തേനും അത് ട്രക്കുകളൊക്കെ ഇടുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടെ ഓപ്പൺ ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കണം. ഇപ്പോൾ അത് ഭയങ്കര തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഓപ്പൺ ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചില്ല. ഇനിയിപ്പോൾ നേരെ നമ്മളിതേ ഇപ്പോൾ പെൻസിൽ വാലിയൊക്കെ കടന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഒരു 11:30 ആയിട്ടും നമുക്ക് റെസ്റ്റ് ഏരിയ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു റൂട്ടിൽ ഇങ്ങനെ റെസ്റ്റ് ഏരിയ ഇല്ലാത്തൊരു റൂട്ടാണെന്നാണ്ടോ തോന്നണേ. നല്ലോണം വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. 11:30 ആയില്ലേ. അങ്ങനെ അവസാനം സഹി കെട്ട് നമ്മളിതേ ഇപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നഗറ്റ്സും പിന്നെ കോഫി, അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ഒരു റോള്, ഇതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങനെ ഒരു ഇടക്കാലാശ്വാസം എന്നുള്ള രീതിയിൽ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും റെസ്റ്റ് ഏരിയ കാണുകയാണെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ ന്യൂയോർക്കൊക്കെ എത്തിയപ്പോഴാണ് ഒരു റെസ്റ്റ് ഏരിയ കണ്ടത്. ഇത് അത്യാവശ്യം നല്ലൊരു റെസ്റ്റ് ഏരിയ ആയിരുന്നു കേട്ടോ. തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം. വലിയൊരു റെസ്റ്റ് ഏരിയയാണ്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടാണെങ്കിലും ഇവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ നമ്മളിതേ അങ്ങനെ സീറ്റൊക്കെ പിടിച്ച് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് പുട്ടും ചിക്കൻ കറിയും പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയതൊക്കെ ആയിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. എങ്കിലും കുറച്ചൊക്കെ അങ്ങനെ കഴിച്ച് നമ്മളവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ അവിടെ അതിൻ്റെ അകത്ത് ഒരുപാട് കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നേ. ഇതിപ്പോൾ ന്യൂയോർക്കിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഫോട്ടോസുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ മാത്രമല്ല അവിടെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരുപാട് പോയിന്റുകളൊക്കെ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലതായിരുന്നു. കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയായിരുന്നല്ലോ. കാര്യം വലിയ ആവശ്യതയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ അങ്ങനെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടതിന് ശേഷമുണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഒരു നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ. ഇത് അതിൻ്റെ അകത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പറ്റണ ഒരു ഫുഡൊന്നും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ പാക്ക്ഡ് ഫുഡൊക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് യാത്രക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ പല വെറൈറ്റി കോഫികളും ചായകളൊക്കെ അതേ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അവിടെ അങ്ങനെ അതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ വാങ്ങിക്കാം. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഈ റെസ്റ്റ് ഏരിയ നിൽക്കണ ഏരിയയൊക്കെ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഈ റെസ്റ്റ് ഏരിയനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു വലിയൊരു പാർക്കൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടേ കാണാൻ. പക്ഷേ എങ്കിൽ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അവിടെ എങ്ങും ആരുമില്ല. തണുപ്പില്ലാത്ത സമയം വരുന്നെങ്കിൽ പിള്ളേർക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കാനൊക്കെ നല്ല രസം വരുന്നേനാ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ മാത്രമല്ല ഈ ഒരു റെസ്റ്റ് ഏരിയ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ മേളിലായിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കണം. മാത്രമല്ല ഇവിടെ ഒരുപാട് ഫോട്ടോ പോയിന്റുകൾ അവരിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പില്ലാത്ത ഒരു നേരം നോക്കിയിട്ടൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്.
അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് ദേ ആ നേരെ കാണുന്ന ഒരു വണ്ടി കണ്ട. അതിലിങ്ങനെ മാനിനെ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ന്യൂജേഴ്സിയിൽ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും ഇങ്ങനെ വഴിയരികിലൊക്കെ വണ്ടിയൊക്കെ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ ജീവനില്ലാതെ കിടക്കണ മാനുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട്. പക്ഷേങ്കിൽ ഇതിങ്ങനെ വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു പാവം പോലെ തോന്നി. കണ്ടോ നിങ്ങൾ ആ വണ്ടിയുടെ ബാക്ക് സീറ്റിലല്ല ഡിക്കിയുടെ ഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ കാലുകൾ കാണാം. ജീവനില്ലാത്ത മാനാണ് കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ച്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനങ്ങനെ വണ്ടിയിൽ ഇട്ടുകൊണ്ട് കാണുന്നത്. നമ്മൾ വഴിയരികിലൊക്കെ അങ്ങനെ ഒരുപാട് കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ എന്താ പറയുക, ന്യൂയോർക്കിൻ്റെ വളരെ ഉള്ളിലായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് നമ്മളിന്ന് വീട് എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളൊക്കെ എന്തു ഭംഗിയാണെന്ന് അറിഞ്ഞാൽ കാണാനായിട്ട്. വളരെ വിജനമായിട്ടുള്ള വഴികളാണെങ്കിലും ഒരു പ്രത്യേക ലുക്ക് ഇട്ടാ. അവസാനം ഞങ്ങളിതേ വണ്ടി നിർത്തി ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് വീഡിയോ എടുത്ത്. കാര്യം തണുപ്പും കാര്യങ്ങളായതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റൊന്നുമില്ല. എങ്കിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നേ. ഇവിടെ അങ്ങനെ വീടുകളോ ഒന്നും നമുക്കങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരെ മുമ്പിൽ എന്തോ ഒരു ഇത് കാണുന്നുണ്ട്. അത് വീടാണോ എന്നറിയില്ല, പക്ഷെ ആരെയും അങ്ങനെ കാണുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട് വണ്ടികൾ. പക്ഷേങ്കിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. ഇതുമാതിരത്തെ വഴികളാണ് കേട്ടോ, കുറേ ഉണ്ട് ഇങ്ങനെ. എന്ത് രസമാണെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുൽമേട് പോലെ ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടേ വീടുകളൊന്നും ബിൽഡിങ്ങുകളോ ഒന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സീസണിൽ വന്നതുകൊണ്ടാണ്. ശരിക്കും ഇങ്ങനെ പച്ചപ്പൊക്കെ ഉള്ളൊരു സമയത്ത് വരികയാണെങ്കിൽ എന്തു രസമായിരിക്കും കേട്ടോ കാണാൻ. ഫുള്ളിങ്ങനെ പച്ചപ്പും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടേ പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോഴും ഭംഗിക്കുറവൊന്നുമില്ല. ഇവിടെയൊക്കെ ഓരോ സീസണിലും ഓരോ ഭംഗിയാണല്ലോ അല്ലേ. അതൊക്കെ അതുകൊണ്ട് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. നമ്മളങ്ങനെ യാത്ര പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. നമ്മളങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് വീട്. ലേക്കാണോ കടലാണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കണം. മിക്കതും ഭൂരിഭാഗവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വീടുകളിൽ എല്ലാ വീടുകളിലും ബോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്ന് ബോട്ടിങ്ങൊക്കെ നടത്താം. ഇപ്പോൾ ബോട്ടില്ലെങ്കിൽ തന്നെ നമുക്കത് വാടകയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിന് പോകാം, അതുപോലെ ഫിഷിങ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇവിടത്തേക്ക് വീടുകളിൽ നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ. നമ്മളെന്തായാലും വന്ന സമയത്തിന് തണുപ്പുള്ളൊരു സമയമായിപ്പോയി. അതാണ് ആകെ ഒരു പ്രശ്നം പറ്റിയത്. കാര്യം നമ്മൾ ന്യൂജേഴ്സിയിലും കുറച്ചും കൂടി നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴത്തേനും ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് ഇവിടേക്കൊന്നും ഇറങ്ങാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ. നമ്മളെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്, ലേക്കിൻ്റെ സൈഡിലായിട്ട്. അടിപൊളിയല്ലേ. എന്തൊരു തണുപ്പാണ് എൻ്റെ പൊന്നെ, കാറ്റ് വീശിയിട്ട്. ഇത് കണ്ടായേ, ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്. സൈഡിൽ ഒരുപാട് വീടുകളുണ്ട്. നമുക്കെന്നാ പോയി നോക്കാം. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് റൂം. ഇവിടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കാര്യം തണുപ്പാണെങ്കിലും കാലാവസ്ഥ മാറി മാറി വരുമല്ലോ, അതുകൊണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ബെഡ്റൂമുള്ളൊരു വീടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നേരെ കാണാണ്ടോ. അപ്പോൾ അതാണ് ഒരു ബെഡ്റൂം. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഒരു ബാത്റൂമാണ്. പിന്നെ അതിന് ശേഷം ലേക്കിൻ്റെ സൈഡിലേക്കായിട്ടുള്ളൊരു ബാൽക്കണി ഉണ്ട്. ആ ഡോറാണ് ഞാൻ കാണുന്നത്. പിന്നെ ഓപ്പൺ കിച്ചൺ. ഇതൊക്കെയാണ് ഈ വീട്ടിലേക്കുള്ള സൗകര്യങ്ങൾ. 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബാൽക്കണി കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ കിച്ചണിലേക്കാണ് കടന്നത്. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ, കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് അതന്നെ നോക്കും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കിച്ചൺ. അടിപൊളി കിച്ചണാണ്. ഇവിടെ ഒരുപാട് സാമഗ്രികളൊക്കെ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് തന്നെ അതേ വലിയൊരു ഫ്രിഡ്ജൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓവൻ, പിന്നെ അതുപോലെ ഗ്യാസ് അടുപ്പ്, അങ്ങനെ എന്ത് വേണ്ട എല്ലാ സാമഗ്രികളും ഇവിടെ ഉണ്ട്. പാചകം ചെയ്യാനുള്ള പാത്രങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരു സൈഡിൽ കത്തികൾ വെച്ചേക്കണ്, കയ്യിലുകൾ വെച്ചേക്കണ്, കോഫി മേക്കർ, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ പാത്രം കഴുകാൻ ഡിഷ് വാഷർ, പിന്നെ ഓരോ ഡ്രോയറും ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എല്ലാ ഐറ്റംസുകളും അവരിങ്ങനെ വളരെ വൃത്തിയോടെയും പിന്നെ അടുക്കോടും കൂടിയാണ് ഇങ്ങനെ ഒതുക്കി വച്ചേക്കണത്.
ഇഷ്ടംമാതിരി പാത്രങ്ങളുണ്ട് കേട്ടോ നമുക്ക് പാചകം ചെയ്യാനായിട്ട്. പിന്നെ ആ സാധനങ്ങളൊക്കെ മാത്രം നമ്മൾ വാങ്ങിയാൽ മാത്രം മതി. എന്ത് ഭംഗിയിലാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ചേക്കണത്. എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റണ എല്ലാ സാമഗ്രികളും ഇവരിവിടെ വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസുകൾ വരെ അവരിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാം. ഇത് സിങ്കിൻ്റെ താഴെയുള്ള ക്ലീനിങ് സെക്ഷനാണ്. അതൊക്കെ ഇവരെന്തു ഒതുക്കി പെറുക്കി വെച്ചേക്കണ കണ്ടാലേ എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ വാങ്ങിക്കേണ്ടതായിട്ടേ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്രില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പിന്നെ മാത്രമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. ഇപ്പോൾ ഇത്രയും വലിയൊരു കിച്ചണും ഇതൊക്കെ കിട്ടിയിട്ട് അതൊക്കെ ഉദ്ദേശിച്ചാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. പിന്നെ മാത്രമല്ല ഇവിടെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ പ്ലേറ്റ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതും ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ബാത്റൂം. ഇവിടെ ആകെ ഒരു ബാത്റൂമേ ഉള്ളൂ. 2 ബെഡ്റൂമിനും കൂടി ഒരു ബാത്റൂമാണ്. അത്യാവശ്യം നല്ല വലിയൊരു ബാത്റൂം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് തന്നെ എനിക്ക് മതിയാവണേ ഉണ്ടായിരുന്നില്ല. നല്ല വൃത്തിയും പിന്നെ കാണാനും എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞാൽ ഈ ഒരു ബാത്റൂം. അതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. അങ്ങനെ അതാണ് ബാത്റൂമിൻ്റെ വിശേഷം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഇത് കുട്ടികളുടെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ 2 തട്ടായിട്ടുള്ളൊരു കട്ടിലാണ് കാണുന്നത്. കണ്ടില്ലേ, ഇത് ചെറിയൊരു ബെഡ്റൂമാണ്. ഇത് മറ്റേതും അങ്ങനെ തന്നെയാണ്, ചെറിയ ബെഡ്റൂം തന്നെയാണ്. വീടും ചെറുതാണ്. നിങ്ങൾ നേരത്തെ പുറമേന്ന് കണ്ടില്ലേ, ചെറിയൊരു വീടാണ് കേട്ടോ. പക്ഷേ വാടകയൊക്കെ നല്ല വാടക തന്നെയാണ്. ദേ അവിടെ ബെഡ്ഷീറ്റുകൾ അടുക്കി വെച്ചേക്കണം. പിന്നെ അവിടെ ഒരു അലമാരി കണ്ട, ആ അലമാരിയിൽ മൊത്തം കുറേ ടോയ്സുകളാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ടോയ്സുകൾ. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇതും ചെറുതാണ് എങ്കിൽ പോലും അത്യാവശ്യം എല്ലാ സജ്ജീകരണം ഉണ്ട് കേട്ടോ. വലിയ ബെഡും അതുപോലെ ഡ്രസ്സിങ് ഏരിയ, TV അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വീട് അമേരിക്കയിൽ വന്നിട്ട് ഇവിടുത്തെ രീതിയിലുള്ളൊരു വീട്ടിൽ താമസിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. തണുപ്പുണ്ടോ ഭാഗത്തു? നല്ല തണുപ്പ്, രക്ഷയില്ല. നിങ്ങൾ ബാൽക്കണി കണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? നല്ല തണുപ്പായിരുന്നേ. പിന്നെ മാത്രമല്ല അതിൻ്റെ ആ യഥാർത്ഥ സൗണ്ട് എനിക്ക് നിങ്ങളൊന്ന് കേൾപ്പിക്കണമെന്ന് തോന്നി, ആ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടൊക്കെ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ ആ ഒരു വീഡിയോ ഇട്ടത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. എന്തൊരു തണുപ്പാണ് എൻ്റെ പോലെ. ഉച്ചക്കത്തെ ഫുഡ് എന്തൊരു തണുപ്പ്. പിന്നെ നല്ല തണുപ്പാണ്. പിന്നെ ഒരു തണുപ്പില്ല, ഭയങ്കര ചൂടാണ്. അതേ വണ്ടി വന്നു.
നമ്മൾ ആദ്യം തന്നെ അതേ ഒരു ഷോപ്പിലേക്കാണ് വന്നേക്കണത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസുകളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കിട്ടും, അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ അത്രയും നല്ലൊരു വീടും കിച്ചണൊക്കെ ഉണ്ടായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ. പിന്നെ മാത്രമല്ല നമ്മൾ ഹോട്ടലിലൊക്കെ ആയിരുന്നെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാണ്, ഇതിപ്പോൾ വീടാണല്ലോ. പിന്നെ മാത്രമല്ല ഇവിടെയും അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഒന്നുമില്ല. ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം വണ്ടി ഓടിച്ച് പോകേണ്ടതായിട്ട് വരും. പിന്നെ അവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അമേരിക്കൻ റെസ്റ്റോറൻ്റാണ്. അവിടുത്തെ ഫുഡൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ്റെ സെക്ഷനിലേക്കാണ് വന്നേക്കണത്. നമ്മൾ ഈ സാധാരണ ലുലുവിലൊക്കെ ചെല്ലുമ്പോൾ കാണുമല്ലോ ഓരോരോ പീസുകൾ. അപ്പോൾ ചിക്കൻ്റെ പല പല ഭാഗങ്ങളുണ്ട്, ഇങ്ങനെ തൊലിയുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ളത് വാങ്ങിക്കാമല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഗ്രില്ല് ചെയ്യണതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഏത് ഷോപ്പിൽ ചെന്നാലും ഇങ്ങനെയൊക്കെ ഈ ചിക്കൻ്റെയൊക്കെ ഇങ്ങനെ പാർട്സുകളും അതുപോലെ എല്ലാം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ മട്ടൻ്റെയും ഒക്കെ ഇങ്ങനെ ഓരോരോ പീസുകൾ ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് ഫിഷ് എല്ലാം നമ്മൾക്ക് കിട്ടും. നമ്മളങ്ങനെ അത് വാങ്ങി. ഇനി അതിന് ശേഷം മസാലകളൊക്കെ വാങ്ങിക്കണം. മസാലയെന്ന് പറയാനായിട്ട് നമ്മൾ തേൽക്കണ ആ ഒരു പൊടികളൊന്നും ഇവിടെ കിട്ടില്ല. ഇത് അമേരിക്കൻ എന്തോ ഒരു ഷോപ്പാണ്, അതുകൊണ്ട് ഇവിടുത്തെ പൊടികളൊക്കെ തന്നെ എനിക്ക് കണ്ടിട്ട് ഒരു ഐഡിയ ഇല്ല. അവസാനം എന്തേ ഒരു ഗ്രില്ല് ചെയ്യണേൻ്റെ ഒരു മസാല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മിക്സ് കണ്ടായിരുന്നു, അതൊരു കുപ്പി വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും നോക്കിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പൊടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ്, മുട്ട, പാല്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഈ ഇഞ്ചി, വെളുത്തുള്ളി അതൊന്നും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സവാളയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതേ പഴം, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങി. അതിന് ശേഷം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് ഒരു മാളിലേക്കാണ്. വേറെ അവിടെ അടുത്തും ഒരു നല്ല കടയോ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കുറേ ദൂരം വണ്ടി ഓടിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു കടയിൽ വന്നത്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഇങ്ങനെ ഷവർമ്മയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും മാളൊക്കെ ഏകദേശം ഇങ്ങനെ എല്ലാവരും പോയി ഷോപ്പൊക്കെ ഇങ്ങനെ അടക്കണ ഒരു നേരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഒരു കടയുടെ ആ ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോണ വഴിയിൽ ഉള്ള ഷോപ്പുകളൊക്കെയാണ് ഇത്. ഇവിടെ ഡ്രസ്സുകൾക്കൊക്കെ ഏകദേശം കുറച്ച് നല്ല ഡിസ്കൗണ്ടുകളൊക്കെ കണ്ടായിരുന്നു. മിക്ക ഷോപ്പിലും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കണ കണ്ടായിരുന്നു. ഞാനതൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ ഇടും. നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, എവിടെ പോയാലും ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കലാണ് നമ്മുടെ മെയിൻ പണി. പ്രത്യേകിച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും പാത്രങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ഷോപ്പിലൊക്കെ ഇത് കണ്ടില്ലേ ഡിസ്പ്ലേ കൊടുത്താണ് മിക്ക ഐറ്റംസുകളും നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക. അപ്പോൾ പോകുന്ന പോക്കിലും അതുമൊക്കെ വീഡിയോ എടുത്താണ് നമ്മളിതേ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് നമ്മൾ പറഞ്ഞ ആ ഷോപ്പ് ഇതേ അടക്കാൻ നിൽക്കണേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ ഫ്രൈഡ് ചിക്കൻ, ഫ്രൈസ് ഇതൊക്കെയാണ്, പിന്നെ ഷവർമ്മ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു രാത്രിയിൽ വേറെ ഫുഡ് കിട്ടാൻ വേറെ വഴിയുമില്ല. അങ്ങനെ നമ്മളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അവിടെ ചെന്ന് കിച്ചണിൽ ഒരു കലക്ക് കലക്കണം. അപ്പോൾ എല്ലാവരും ആ വീഡിയോ മിസ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.